ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാല് രാവിലെ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് കേട്ടോ ചായ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ രണ്ടടുപ്പിലായിട്ട് ഒരു അടുപ്പിൽ പാലും ഒന്നിൽ ചായയായിട്ട് അങ്ങനെ വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ ആയപ്പോൾ അതൊന്ന് ഇറക്കി മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കോഴിമുട്ട വേവിക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് അതവിടെ ഇരുന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. അന്നേരം കൊണ്ട് ഞാൻ വേഗം തന്നെ നമ്മുടെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വെക്കേഷനായിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി, പിന്നെ പുറത്തെവിടെയും നമ്മൾ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിശേഷം പറയാൻ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ചായ എല്ലാം കുടിച്ച് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ പാലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് നേരം തിളയ്ക്കുന്നു, അതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു. അതിന് ശേഷം പിന്നെ നല്ല ചൂടായതുകൊണ്ട് പിന്നെ ഞാൻ ഫാനൊന്ന് ഫാനൊന്ന് എടുത്തിട്ട് വന്നാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഫാൻ ഉണ്ടായിട്ടും കാര്യമില്ല, അത് കറക്റ്റായിട്ട് നേരെ നമ്മളിങ്ങനെ കാറ്റ് വയ്ക്കുമ്പോൾ നമ്മുടെ ഗ്യാസും നേരെ കത്തില്ല കേട്ടോ. അതിൻ്റെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ചെറുതായിട്ടൊരു കാറ്റ് ഇരിക്കട്ടെ പറഞ്ഞിട്ട് ഞാനതൊന്ന് വെച്ചതാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പതിവ് പോലെ തന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ ഒരു 3 വലിയ ഉള്ളിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് സാധനങ്ങൾ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു 1/2 സ്പൂണ് പെരിഞ്ജീരകം, ഒരു 1/4 സ്പൂൺ കുരുമുളക്, 2 പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്ക, 1/4 സ്പൂൺ സാദാ ജീരകം, 2 വറ്റൽമുളക് കേട്ടോ. മുഴുമല്ലി ഉണ്ടെങ്കിൽ അതൊരു സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ ഇല്ലാത്ത കാര്യം ഞാനത് ചേർത്തിട്ടില്ല. ബാക്കിയുള്ളതെല്ലാം കൂടെ നന്നായി തന്നെ ഡ്രൈ ആയി തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി നമ്മൾ പച്ചവെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തിട്ടുള്ള ഐറ്റംസ് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയുടെ തോടെല്ലാം നമ്മളിതുപോലെ പൊളിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ അത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനോട് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ. അപ്പം ഞാൻ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ നമ്മുടെ കോഴിമുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്കിത് വെറുതെ ഫ്രൈ ചെയ്യുന്നതിന് പകരം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനതൊന്നും ചേർക്കാണ്ട് നമ്മുടെ കോഴിമുട്ട മാത്രം പ്ലെയിനായിട്ട് തന്നെ 1-2 വശം ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ 3 വലിയ ഉള്ളി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ നമുക്ക് മസാല എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ. വഴണ്ടി വന്നാലേ നന്നായിരിക്കുമല്ലോ. അത് ഞാനവിടെ ചെറിയ തീയിൽ വഴറ്റാനിട്ടതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തന്നെ വഴണ്ടി വരും. അങ്ങനെ വേഗം തന്നെ നമ്മൾ മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പുറത്ത് കുറച്ചെങ്കിലും കാറ്റും ഒരു തണുപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലാണ് നമുക്ക് ഭയങ്കര ചൂട് തോന്നുന്നത്. അങ്ങനെ ഞാനതെല്ലാം അടിച്ച് റെഡിയാക്കി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ ചതച്ചത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്താണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുഞ്ഞ് സ്പൂണിന് 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറി വന്നതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിരിക്കണം. ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കട്ടെ കേട്ടോ. ഒരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ്. കുറച്ച് നേരം കഴിയുമ്പോഴേ തന്നെ നന്നായി തന്നെ നന്നായി തന്നെ തിളച്ച് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറഞ്ഞാൽ ഒരു അര സ്പൂണ് നമ്മുടെ എന്താ പറയുക പഞ്ചസാര, പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ടാൽ അത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ കുറച്ചുകൂടെ എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്താണ് കേട്ടോ. ഒരു 1/4 സ്പൂണിലും താഴെ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിത്തല ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് കുറച്ച് മസാല കൂടെ അതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേലെയും കൂടെ മസാല കിടന്നിട്ട് നന്നായി തന്നെ നമ്മുടെ മുട്ടയിലേക്ക് പിടിച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ സൈഡൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിതൊന്ന് മറിച്ചിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കോഴിമുട്ടയും ഇതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല എല്ലാം നന്നായി തന്നെ നമ്മുടെ കോഴിമുട്ടയിൽ പിടിക്കും കേട്ടോ. നമ്മൾ മുഴുവനായിട്ട് ചേർക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനെ രണ്ടായിട്ട് ചേർക്കുമ്പോൾ കൂടുതലായിട്ട് മസാല, അതിൻ്റെ എരിവ്, ഉപ്പ്, മധുരം എല്ലാം നമ്മുടെ കോഴിമുട്ടയിൽ നന്നായി പിടിക്കും കേട്ടോ. അങ്ങനെ ഞാനിത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക മുട്ട റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറൊന്നും മെല്ലേണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റതും വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ചൂടാവുന്ന നേരം കൊണ്ട് നമ്മൾ വന്നിട്ട് പുറത്ത് അടുപ്പൊക്കെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം വേഗം തന്നെ ഒന്ന് അടിച്ച് കൊടുക്കണം. അതിന് ശേഷം പിന്നെ നമ്മൾ അവിടേക്ക് ചാക്കെല്ലാം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ശേഷം നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പ് തന്നെ ഞാൻ നമ്മുടെ വാഷ് ബേസിൻ, പുറത്തുള്ള വാഷ് ബേസിൻ ഒന്ന് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ നമ്മുടെ എന്താ പറയുക പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ പൈപ്പ് ഒക്കെ ഒന്ന് കഴുകി നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ആ നേരം കൊണ്ട് നമ്മുടെ അരിയല്ല വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാത്രങ്ങൾ കുറച്ച് പാത്രമുള്ളൂ കേട്ടോ. അധികം പാത്രങ്ങളൊന്നും കഴുകാനില്ല. കുറച്ച് പാത്രങ്ങൾ നമ്മുടെ അക്ഷയ നേരത്തെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തരും കുറേശ്ശെയൊക്കെ. അങ്ങനെ ഞാൻ വേഗം തന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ വേഗം തന്നെ അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ചോറിന് ഉള്ള വെള്ളം അപ്പോഴേക്കും തിളച്ച് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ അരിയൊക്കെ ഒന്ന് കഴുകി അതൊന്ന് അവിടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ തിളച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ അത് വേഗം തന്നെ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കൊന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനും നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനും മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ദോശയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വെച്ചിട്ടുള്ള നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇനി ഒരു ദിവസം നമുക്ക് അച്ചാർ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. നെല്ലിക്ക അച്ചാറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ അതിൽ വീഡിയോയ്ക്ക് എപ്പോഴും സ്പേസ് കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ നമുക്കത് എടുക്കാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഇനി ഒരു ദിവസം നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, നെല്ലിക്ക അച്ചാർ, റോസ്റ്റൊക്കെ ഉള്ള കാരണം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെക്കുന്നില്ല കേട്ടോ. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് പോകണം. ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ. കുട്ടികൾ വരുന്നില്ല കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നത്. പിന്നെ അവർക്ക് മുട്ട റോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് മതിയെന്നും പറഞ്ഞു കേട്ടോ. അത് വെക്കേഷൻ ആയ കാരണം പിന്നെ അതുപോലെ കല്യാണ തിരക്ക് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ചില ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഓരോരോ തിരക്കാകുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം തന്നെ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് രണ്ടാളും കൂടി ഭക്ഷണം കഴിക്കുകയാണ്. നമ്മുടെ അശ്വിൻ എണീറ്റിട്ടില്ല കേട്ടോ. മെല്ലെ എണീക്കുള്ളൂ.
ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ വിളിക്കാറുമില്ല കേട്ടോ, കിടന്നോട്ടെ എന്ന് വിചാരിക്കാം. എന്താ പറയുക, അവർക്ക് സ്കൂൾ തുറന്നാൽ ഇതുപോലെ കിടന്നുറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നേരത്തെ എന്തായാലും എണീക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ എന്തായാലും വിളിക്കും കേട്ടോ, അതുവരെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ ഉച്ചക്ക് 12:15 വരാം കേട്ടോ.